ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തെലുഗു ഭാഷയിലെ ഫ്യൂച്ചർ ടെൻസിൽ എന്ന് വെച്ചാൽ സിമ്പിൾ ഫ്യൂച്ചറിൽ ഭാവി കാലത്തിൽ അവസാനത്തെ ഒരു സബ്ജക്റ്റ് വരികയാണെങ്കിൽ എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഞാൻ എന്ന് പറഞ്ഞ വാക്ക് വരികയാണെങ്കിൽ, അതായത് നേനു വരികയാണെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന നേരത്ത് പിന്നെ ഞങ്ങൾ. അപ്പം നമ്മൾ എന്ന് പറയാനും ഞങ്ങൾ എന്ന് പറയാനും വാക്കുകൾ വേറെ വേറെയാണെങ്കിലും വാക്യഘടന ഒന്ന് തന്നെയാണ്. അപ്പം മേമു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ, മനമു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ. പിന്നെ മൂന്നാമത്തേത് നീ എന്ന് പറയുകയാണ്, അതായത് നീവു, നുവു എന്നാണ് അവർ സംസാര ഭാഷയിൽ ഉപയോഗിക്കാറുള്ളത്. ശരിയായ വാക്ക് നീവു എന്ന് തന്നെയാണ്. പിന്നെ താങ്കൾ എന്ന് പറയാനായിട്ട് മീരു. പിന്നെ അതിനുശേഷം നമ്മൾ പഠിച്ച് എനിക്ക് തോന്നുന്നു അവൻ എന്ന് പറഞ്ഞ വാക്ക് വരികയാണെങ്കിൽ, അതായത് വാഡു, അതടു എന്നൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അവർ, അപ്പം വാരു, വാള്ളു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ആമെ എന്ന് പറഞ്ഞ വാക്ക് വരികയാണെങ്കിൽ, അവൾ എന്ന് പറഞ്ഞ വാക്ക് വരികയാണെങ്കിൽ. അപ്പം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവൻ എന്ന് പറയുന്നതിന് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവൻ എന്ന് പറയാനും, അതേപോലെ അവൾ എന്ന് പറയാൻ എങ്ങനെയാണോ അതുപോലെയാണ് ഇവൾ എന്ന് പറയാനും. വാക്കുകൾ വ്യത്യാസമാണെന്നേ ഉള്ളൂ. അതായത് ഈ അവനെന്ന് പറയുന്ന നേരത്ത് അതടു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവൻ എന്ന് പറയാൻ ഇതടു. പിന്നെ ആമേ എന്ന് പറയുമ്പോൾ അവളാണ്, ഇവൾ എന്ന് പറയാനായിട്ട് ഈമയാണ്. ഓക്കെ, അപ്പം പക്ഷേ വാക്യഘടന ഒന്ന് തന്നെയാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് അവസാനത്തെ ഒരു സബ്ജക്റ്റാണ്. ഈ വീഡിയോ എന്താ പറയുന്നത്, ഓക്കെ, ഇതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു സംഭവമാണ്. ഞാൻ ഇത് മുൻപ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം തെലുങ്കിൽ പഠിച്ചത്, ഗ്രാമറിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് വർത്തമാന കാലത്തിൽ സെന്റൻസ് ഉണ്ടാക്കാനാണ്. അന്നേരം ഞാൻ എക്സ്റ്റെൻസീവ് ആയിട്ട്, എനിക്കൊന്ന് 2-3 വീഡിയോ ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ പ്രശ്നം ഇതാണ്, ഈ തെലുഗു ഭാഷയിൽ ഇത് പറയുന്ന നേരത്തെ എനിക്ക് എന്തോ ഐ ആം വെരി അൺകംഫർട്ടബിൾ. ഓക്കെ, അവൾ എന്ന് പറഞ്ഞ വാക്കിന് എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ് അത് എന്ന് പറഞ്ഞ വാക്കിന് വരുന്ന ഒരു വാക്യഘടന. അപ്പം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, അവൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ആമേ വസ്തുന്തി എന്നാണ്. ഓക്കെ, എന്താ എന്ന് പറയുന്നത് വർത്തമാന കാലത്തിൽ, അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആമേ വസ്തുന്തി. ഇനി അത് വരുന്നുണ്ടെന്ന് പറയാനും വസ്തുന്തി അങ്ങനെ തന്നെയാണ്, അതി വസ്തുന്തി. ഓക്കെ, അപ്പം അതായത് ഈ അത്, അവൾ എന്ന് പറയുന്ന നേരം നമുക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഈ അത് എന്നതിന് പകരമായിട്ട് നമ്മൾ അത് എന്ന് പറയാൻ നമ്മൾ എന്തിനൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്, ഇപ്പം മൃഗങ്ങളാകാം, ജീവനില്ലാത്ത വസ്തുക്കളാകാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളാകാം. ഓക്കെ, കാറ്, ബസ്, ലോറി, പട്ടി, പൂച്ച, താറാവ്, ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ആ ഒരു വാക്യഘടന തന്നെയാണ്. ഇപ്പം മലയാളത്തിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, മലയാളത്തിൽ അത് എന്ന് പറയാനും അവൾ എന്ന് പറയാനും വേറെ ഒരു വാക്യഘടന ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇപ്പം അവൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അത് വന്നുകൊണ്ടിരിക്കുകയാണ്, രണ്ടിനും ഒന്ന് തന്നെയാണ്. പക്ഷേ മലയാളത്തിൽ അവൻ എന്ന് പറയാനും അവൾ എന്ന് പറയാനും ഞാൻ എന്ന് പറയാനും നീ എന്ന് പറയാനും നമ്മൾ എന്ന് പറയും ഞങ്ങൾ എന്ന് പറയാനും ആ ഒറ്റ വാക്യഘടനയേ ഉള്ളൂ. അപ്പം അതാണ് ഇവിടുത്തെ ഒരു ബേസിക്കായ പ്രശ്നം. ഇവിടെ തെലുങ്കിൽ ഞാനെന്ന് പറയുമ്പോഴും നീ എന്ന് പറയുമ്പോഴും നമ്മളെന്ന് പറയുമ്പോഴും ഞങ്ങളെന്ന് പറയുമ്പോഴും എല്ലാത്തിനും വേറെ വേറെ വാക്യഘടന ഉണ്ടെന്നിരിക്കെ അവൾ എന്ന് പറയാനും അത് എന്ന് പറയാനും കൂടി ഒറ്റ വാക്യഘടനയേ ഉള്ളൂ. എന്താണ് എൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നില്ല, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ എൻ്റെ തൊട്ട് മുൻപത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആമെ എന്ന് പറയുന്ന നേരത്ത് എങ്ങനെയൊക്കെയാണ് തെലുങ്കിലെ ഭാവി കാലത്തിൽ സെന്റൻസ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. കാരണം വാക്യഘടന ഒന്ന് തന്നെയാണ്. ഇനി തുടർന്ന് കാണണമെന്നുള്ളവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല, നിങ്ങളിത് കാണാവുന്നേ ഉള്ളൂ. അപ്പം അത് എന്ന് പറഞ്ഞ വാക്ക് വരികയാണെങ്കിൽ അത് എന്ന് പറയേണ്ടത് അതി എന്നാണ്, ഇത് എന്ന് പറയേണ്ടത് ഇതിയാണ്. ഓക്കെ, സിമ്പിളാണ്, വലിയ വ്യത്യാസമില്ല മലയാളവുമായിട്ട്. അപ്പം അതി അല്ലെങ്കിൽ ഇതി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർത്തമാനകാലമല്ല, പ്രസന്റ് കണ്ടിന്യൂസ് അല്ല, ഭാവി കാലമാണ്, ഫ്യൂച്ചർ കണ്ടീഷൻ, സിമ്പിൾ ഫ്യൂച്ചറാണ്. അത് വരും എന്ന് പറയാനായിട്ട് അതി വസ്തതി, ഇത് വരും എന്ന് പറയാനായിട്ട് ഇതി വസ്തതി, അത് പോകും എന്ന് പറയാനായിട്ട് അതി വെൽത്തതി, ഇത് പോകും എന്ന് പറയാനായിട്ട് ഇതി വെൽത്തതി. ഓക്കെ, പോകും എന്ന് പറയാനായിട്ട് പോത്തതി, വെൽത്തതി, വെളിപ്പോത്തതി, ഇതെല്ലാം ഉണ്ട്. കാരണം പോകൂ എന്ന് പറയാനായിട്ട് പോകും എന്ന് പറയാനായിട്ട് പോ, വെള്ളു, വെള്ളിപ്പോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഇനി ഓക്കെ, അത്
പറയും എന്ന് നമ്മൾ പറയാറില്ല. ഓക്കെ, ഇനി അങ്ങനെ പറയേണ്ട ഒരു അവസരമുണ്ടെങ്കിൽ അതി ചെപ്തതി. എനിക്കിത് പറയാൻ വളരെ ഫണ്ണിയായിട്ട് തോന്നുന്നു, കാരണം അത് ലോജിക്കൽ തെറ്റാണ്, പക്ഷേ ഗ്രാമാറ്റിക്കലി ശരിയാണ്. ഓക്കെ, ഇനി അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന തിൻതതി, അത് വേണം പറയാം. അത് തിന്നും എന്ന് നമുക്ക് പറയാമല്ലോ. ഈ പട്ടിയോ പൂച്ചയോ അങ്ങനെ എന്തെങ്കിലും ഒരു ജീവിയാണെങ്കിൽ അത് തിന്നും എന്ന് പറയാൻ നമുക്ക് വേണേ ഈ ഒരു വാക്ക് ഉപയോഗിക്കാം. അപ്പം അതിന് അത് തിൻതതി. അല്ലെങ്കിൽ പട്ടി കഴിക്കും എന്ന് പറയാനായിട്ട് പട്ടി എന്ന് പറയാനായിട്ട് കുക്ക എന്നാണ് വാക്ക്, കുക്ക. ഓക്കെ, അപ്പം കുക്ക തിൻതതി. അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ അവൾ കഴിക്കുന്നു പറയാനും വെർബ് അത് തന്നെയാണ്. സോറി, ഞാൻ നിങ്ങളുടെ ആരെങ്കിലും ഈ തെലുഗു ടു മലയാളം വീഡിയോ കാണുന്ന ആരെങ്കിലും തെലുഗു മാതൃഭാഷയായിട്ടുള്ള പേട്രിയോട്ടിക് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ, ഫീലിങ്സിനെ ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം ഇത് ഐ കനോട്ട് ഡൈജസ്റ്റ് ഇറ്റ്. അപ്പം പക്ഷെ ഇതാണ് ദിസ് ഇസ് ദ ഫാക്ട്. ഇതിന് മുൻപ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തപ്പം, അതായത് വർത്തമാനകാലത്തിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന നേരത്തെ ഈ ഒരു പ്രശ്നം പറഞ്ഞപ്പം അതിന് ഒരാൾ കമൻ്റ് ഇട്ടത് ഇങ്ങനെയാണ്, ഇപ്പം ഈ ആമേ വസ്തതി എന്ന് പറയുന്ന പരം ആമേ വസ്തുന്തി എന്ന് പറയുന്ന പരം ആമേ വസ്താരു എന്നും പറയാറുണ്ട്. പക്ഷെ അത് അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു വാക്ക് വരുമ്പോഴാണ്, അതായത് ഒരാളെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന നേരത്ത് പക്ഷേ എത്ര പേരത് പറയുന്നുണ്ട്? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ആൻഡ് ഫോർ ദാറ്റ് മാറ്റർ എന്നോട് കന്നഡ കമ്പയർ ചെയ്യരുത്, തെലുഗു പഠിപ്പിക്കുന്ന നേരത്ത് തെലുഗു മാത്രം പറയൂ എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കമൻറ്റിലൂടെ. അപ്പം ഇത് ഞാൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയോ നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിയോ അല്ല ഞാൻ ഈ ഭാഷകൾ കമ്പയർ ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, വളരെ ഓപ്പണായിട്ട്. ഞാൻ ഈ ചാനലിൽ തന്നെ ബംഗാളി ഭാഷ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ബംഗാളിയിൽ അദ്ദേഹം എന്ന് പറഞ്ഞ വാക്കിന് ഒരു പുരുഷൻ എന്ന് പറഞ്ഞ അർത്ഥം മാത്രമല്ല ഉള്ളത്. എ മാൻ ഓർ എ വുമൻ ഓഫ് റെസ്പെക്റ്റ്, അതാണ് വാക്കെന്താ ഞാൻ പറയുന്നത്. ഞാൻ ബംഗാളി എല്ലാം ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ട് തെലുഗാണ്. നിങ്ങളെ വീടെടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം എന്ന് പറയുന്ന നേരത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു സംഭവമാണ്. ഓക്കെ, പക്ഷെ മലയാളത്തിൽ അദ്ദേഹം എന്ന് പറയുന്ന നേരത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പുരുഷനെ മാത്രമാണ്. ആൻഡ് ഒരു സ്ത്രീയെ ബഹുമാനത്തോടെ അങ്ങനെ ഒരു വാക്ക്, ഒരു പേഴ്സണൽ പ്രോനൗൺ മലയാളത്തിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അവർകൾ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇല്ലെന്നല്ല. ബട്ട് സ്റ്റിൽ എത്ര പേർ നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അവർകൾ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം എന്ന് പറയാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ എഴുതാൻ കുഴപ്പമില്ല പത്രത്തിലൊന്നും. ഓക്കെ, നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു തെലുഗു സംഭവമാണല്ലോ. ഓക്കെ, അപ്പോൾ ഓക്കെ, അത് അല്ലെങ്കിൽ ഇത് ഓക്കെ, തുറക്കും എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ അടയ്ക്കും എന്ന് പറയാനായിട്ട് തീസ്തതി മൂസ്തതി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞ് സംഭവിച്ച് നമുക്ക് പറയില്ല. അതുകൊണ്ടാണ് ഓക്കെ, അത് അല്ലെങ്കിൽ ഇത് ചെയ്യുമെന്ന് പറയുന്ന വാക്കുകൾ അത് കേൾക്കും അല്ലെങ്കിൽ ശ്രദ്ധിക്കും എന്ന് പറയാനായിട്ട് നമുക്ക് വേണം പറയാം. അതി വിണ്ടതി. ഓക്കെ, പിന്നെ അധികം വാക്കുകൾ കിട്ടുന്നില്ല. ഐ മീൻ അത് അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഒരു മൃഗം അല്ലെങ്കിൽ ഒരു വസ്തു, ഒരു ജീവനില്ലാത്ത ഒരു ഇനാനിമേറ്റ് ബീയിങ് ചെയ്യും എന്ന് പറയാനായിട്ട് ഒരു പ്രോപ്പറായ ലോജിക്കായ ഒരു വാക്കുകൾ കിട്ടുന്നില്ല. പിന്നെ ഓക്കെ, സഹായം ചെയ്യും എന്ന് പറയണമെങ്കിൽ അതി സഹായം ചെയ്സ്തതി അല്ലെങ്കിൽ ഇതി സഹായം ചെയ്സ്തതി. പിന്നെ വർക്ക് ചെയ്യും, ജോലി ചെയ്യും. അപ്പം ജോലി ചെയ്യുന്ന പറയാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ജോലിക്കാരൻ, ഒരു പണിക്കാരൻ ജോലി ചെയ്യുന്നത് മാത്രമല്ലല്ലോ. ഓക്കെ, അത് വർക്കാകുന്നുണ്ട് നമ്മൾ പറയുമല്ലോ. അതായത് ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പം മോട്ടോർ കേടായിരിക്കുകയാണ്, അത് വർക്കാകുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് അത് ഇറ്റ് ഈസ് വർക്കിംഗ് എന്ന് നമുക്ക് പറയാം ഇംഗ്ലീഷിൽ. അപ്പോൾ അതേപോലെ പറയുകയാണെങ്കിൽ അതി പണി ചേസ്തതി. ഓക്കെ, അല്ലെങ്കിൽ ഇത് പണി ചേസ്തതി. പിന്നെ കൊടുക്കും അല്ലെങ്കിൽ തരുന്നവരായിട്ട് അതി ഇസ്തതി അല്ലെങ്കിൽ ഇത് ഇസ്തതി. അത്രയും മതി, അധികം വാക്കുകളൊന്നും കിട്ടുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വാക്യഘടന അത് അല്ലെങ്കിൽ ഇത് എന്ന് പറയാനുള്ള ആ ഒരു സബ്ജക്റ്റ് വരികയാണെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആമേ എന്ന് പറഞ്ഞ വാക്കിനെ എന്തൊക്കെയാണോ അത് തന്നെയാണ് നമ്മൾ ഈ അത് അല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞ വാക്കുകൾ അതി അല്ലെങ്കിൽ ഇതി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് വരികയാണെങ്കിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇത്രയും പറയുന്നുള്ളൂ. നമ്മൾ
ഒഫീഷ്യലായിട്ട് തെലുങ്കിലെ ഭാവി കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരാനുള്ളത് തെലുങ്കിലെ ഭൂതകാലമാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം പാസ്റ്റ് ടെൻസിൽ എങ്ങനെയൊക്കെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത വീഡിയോകൾ മുതൽ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു നേരിട്ട് ഈ ഭാവി കാലത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്ക് കിടക്കണ്ട, അതിനിടയിൽ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇത്രയും നാളത്തെ പോലെയല്ല, ഈ വർത്തമാനകാലവും ഭൂതകാലവും കുറച്ച് എളുപ്പമായിരുന്നു, കുറച്ചല്ല നല്ലപോലെ എളുപ്പമായിരുന്നു. ഭൂതകാലം വരുന്ന നേരത്ത് കുറച്ച് വ്യത്യാസമുണ്ട്, ബുദ്ധിമുട്ടാണെന്നല്ല, കുറച്ച് വ്യത്യാസമുണ്ട് വാക്യഘടനയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തെലുഗു ശരിക്കും പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി ആ വീഡിയോയിലും കൂടി കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ, ഇഷ്യൂ, അതിൽ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ലെറ്റ്സ് ഹാവ് സം ഹെൽത്തി ഡിസ്കഷൻ. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.